ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പ്രോബ്ലം എങ്ങനെ സിമ്പിളായി ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഇക്വേഷൻ ഒന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെറിയ കുറച്ച് അസംഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ കൊല്ലവുമാണ് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ തുക എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു നമ്പറിനെ എന്താക്കി എടുക്കാം, 100 ആക്കി എടുക്കാം. നമ്മുടെ ആദ്യത്തെ വർഷത്തെ കേസ്, രണ്ടാമത്തെ വർഷം 100, മൂന്നാമത്തെ വർഷം 100, നാലാമത്തെ വർഷം 100. നമുക്ക് 4ൻ്റെ ഒരു എക്സാമ്പിൾ കാട്ടാം, ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് 100, 100, 100 വെച്ച് 4 വർഷം. ഇങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം 100 രൂപ അടച്ചു, 100 രൂപ അടച്ചു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ഇതിന് വരുന്നില്ല, ഇൻട്രസ്റ്റ് വരുന്നില്ല. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എത്രയാ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 10%. നമുക്കൊരു എക്സാമ്പിളിന് 10 എടുത്തു, കാൽക്കുലേഷൻ എളുപ്പത്തിന്. അപ്പൊ നമ്മൾ ആദ്യത്തെ വർഷം ഈ 100 രൂപ അടച്ചു. അപ്പൊ ഇനി ഈ 100 രൂപയ്ക്ക് ഇൻസ്റ്റാൾമെന്റ് നമുക്ക് അടയ്ക്കേണ്ട. രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം ഇതിന് ഇൻസ്റ്റാൾമെന്റ് നമുക്ക് അടയ്ക്കേണ്ട. അപ്പൊ നമുക്ക് ഇവിടെ 30 ലാഭം. കാരണം നമുക്ക് ഈ 130 അടയ്ക്കേണ്ടടുത്ത് 100 അടയ്ക്കേണ്ടു. കാരണം നമ്മൾ എപ്പോഴും ഈ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണത് പ്രിൻസിപ്പളിലേക്കാണ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണേ. അപ്പോൾ 400 രൂപ കൊടുത്ത് ഇപ്പൊ 300 രൂപയുള്ളൂ. ഇനി ഈ 300ന്റെ ഉള്ളൂ, ഇൻട്രസ്റ്റ് എടുക്കൊണ്ടു. അപ്പോൾ ഇനിയിപ്പോ രണ്ടാമത്തെ വർഷം ഈ 100 നമ്മൾ അടച്ചു. ഇപ്പൊ ഇവിടെ ഈ 100 ഇല്ല, കാരണം ആദ്യത്തെ വർഷം അത് അടച്ചു. രണ്ടാമത്തെ വർഷം ഇത് അടയ്ക്കുമ്പോൾ ഈ മൂന്നാമത്തെ ഇയറിലും നാലാമത്തെ ഇയറിലും ഇൻട്രസ്റ്റ് ആയ എത്ര വരും? 10% ആയതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 20 വരും. സിമിലർലി മൂന്നാമത്തെ ഇയറിന്റെ വരും? 10 വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം, ഈ 30 + 20 + 10 നമുക്ക് അടക്കേണ്ടി വരുന്നില്ല. കാരണം ഇതൊക്കെ കറക്റ്റ് പോണേ, പ്രിൻസിപ്പിളിലേക്കാണ് പോണേ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം അടക്കേണ്ടി വരുന്നില്ല. ഇനി സപ്പോസ് നമ്മളിത് ഒരു പ്രിൻസിപ്പളിന് 4 വർഷം കഴിഞ്ഞിട്ടാണ് 10% ഇൻട്രസ്റ്റിൽ നമ്മൾ കഴിഞ്ഞിട്ട് അടയ്ക്കണമെന്ന് നിൽക്കുക. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൾ ഇപ്പോൾ ഒരു 1000 ആണെന്ന് വിചാരിച്ചു, പ്രിൻസിപ്പൾ 1000, 4 വർഷം കഴിഞ്ഞിട്ട് ആണ് ഇത് അടയ്ക്കണേന്ന് വിചാരിക്കുക. അപ്പൊ ഈ 1000ന്റെ എന്തായിരിക്കും 10 × 40, 40% ഈ ഒരു ഡെപ്റ്റ് നമുക്ക് അടക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു കേസ് ഒഴിവാക്കി നമുക്ക് ഓരോ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. അപ്പൊ അത് നമ്മുടെ ആഡ് ആവും, പ്രിൻസിപ്പിളിലേക്ക് ആഡ് ആവും. അപ്പൊ നമുക്ക് ഡെപ്റ്റ് നമ്മുടെ കുറവ് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുമ്പോൾ അടക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഡെപ്റ്റ് എത്ര വരും? ഈ ഒരു തുകയും കൂടി അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ എത്ര വരും എന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ വർഷം 100, മൂന്നാമത്തെ വർഷം 110, രണ്ടാമത്തെ വർഷമാണെങ്കിൽ 120, മൂന്നാമത്തെ വർഷമാണെങ്കിൽ 130. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് നമ്മുടെ എത്ര റേറ്റ് വരും? 460 ആണ് നമ്മുടെ ഡെപ്റ്റ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല അടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്റ്റ് എത്രയാ? 460. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കുമ്പോൾ നമുക്ക് വരണേ? 100 വെച്ച് 4 വർഷം എന്ന് പറയുമ്പോൾ 400. അപ്പോൾ നമ്മൾ 400 അടയ്ക്കണുള്ളൂ. പക്ഷെ നമ്മൾ നാലാമത്തെ വർഷം ലാസ്റ്റ് ആയിട്ട് അടയ്ക്കണേന്ന് വെച്ചാൽ എത്ര അടയ്ക്കേണ്ടി വന്നേനെ? 460 അടയ്ക്കേണ്ടി വന്നേനെ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 60 നമുക്ക് ലാഭമായിട്ട് വരും. അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ 4 വർഷത്തെ കേസാണെങ്കിൽ 100 ആയതുകൊണ്ട് 400 പ്ലസ് 6 × 6 എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ 10%. 6 × 6 ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ 10, 20, 30. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇപ്പൊ 4 വർഷമാണെങ്കിൽ 3 + 2 + 1. കാരണം 3 × 10 ആണ് 30, 2 × 10 20, 1 × 10 10. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം:
ഇതിനെ നമുക്ക് എങ്ങനെയാക്കി എഴുതാൻ പറ്റും? 3 + 2 + 1 നമുക്ക് നോർമലി ചെയ്യാം. അല്ലെങ്കിൽ എന്താ, നമുക്ക് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ഉപയോഗിക്കാം. n × n + 1/2 ചെയ്യാം. ഈ കേസിൽ n 3 3ആണെങ്കിൽ എന്താ, 3 × 4 12, 12/2 6. 6 എത്ര? 10. അപ്പോൾ എന്തായി? ഇവിടെ 60ആയി. നമ്മുടെ ഡെപ്റ്റ് എത്ര? 460ആയി. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും വേണ്ട. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ, ഈ ഒരു രീതിയിലാണ് ചെയ്യുക. ഇപ്പോൾ 4 വർഷത്തിൽ ഇപ്പോൾ നമ്മൾ എത്ര ഇയർ ആണ് n വരുന്നത്, നമുക്ക് ഇവിടെ എത്രയേ വരുന്നുള്ളൂ? n-1 വരുന്നുള്ളൂ. ഇത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളൂ. 4 വർഷമാണെങ്കിൽ 3 × 2 × 1, 6 വർഷമാണെങ്കിൽ 5 × പ്ലസ് 5 + 4 + എക്സെട്ര +1. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തേക്ക് കിടക്കാം. ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് എന്താ, സിമ്പിൾ ഇൻട്രസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് വേറൊരു രീതിയിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ ഒരു രീതിയിലുമാണ് നമ്മൾ ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രോബ്ലങ്ങൾ നോക്കാം. വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് 5664 in 4 years at 12% സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിന് എത്ര ഇൻസ്റ്റാൾമെന്റ് വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെപ്റ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 5664 പറഞ്ഞിട്ടുണ്ട്. 4 വർഷത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എത്ര ഇൻട്രസ്റ്റ് വരും എന്നാണ് ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 4 വർഷത്തെ ആയതുകൊണ്ട് എന്താ, നമ്മുടെ ഇൻട്രസ്റ്റിന്റെ നമ്മുടെ അസംഷൻ പ്രകാരം നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എന്താ, 100 അപ്പോൾ നമ്മുടെ 4 വർഷം ആയതുകൊണ്ട് എന്താണ്, 400 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 12. 400 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12. ഇനിയിപ്പോൾ ഈ കേസിൽ എന്താ വരുന്നത്? 4 ഇയറാണ് വരുന്നത്. അപ്പോൾ 3 + 2 + 1. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? n × n + 1/2 ചെയ്യാം. 3 × 4 12, 12/2 6. അപ്പോൾ എന്തായി? 12 × 6 72. അപ്പോൾ നമ്മുടെ ഡെപ്റ്റ് എത്രയാ? 472 ആണ് എന്ത്, നമ്മുടെ ഡെപ്റ്റ് വരുന്നത്. ഈ 472 എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആണ്? 472 എന്ന് പറയുന്നത് ഈ ഒരു ഡെപ്റ്റിനോട് ഇക്വലന്റ് ആണ്. നമുക്ക് റേഷ്യോ പ്രകാരം കിട്ടിയത് എന്താ? 472. ഇതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നേക്കണ എന്തിനോട് ഇക്വലന്റ് ആണ്? 5664 ഇക്വലന്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്രയാന്ന് നോക്കണം. എന്തായാലും എന്താ, 10ന് മേലെയാന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇവിടെ 4720 വരെ വരുള്ളൂ. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയതുകൊണ്ട് നമുക്ക് 12 ആവും എന്നുള്ളൊരു അസംഷൻ നോക്കാം. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്താ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതല്ലേ ഈസി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരണേ? ഈ ഒരു ആൻസർ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ, മൾട്ടിപ്ലിക്ക് ചെയ്തിട്ടുള്ള ഫാക്ടർ എന്താ? 12 ആണ്. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ എന്താ? 12 ആണ്. നമ്മൾ ചെയ്തത് എന്താ? 5664/472 ആണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 1ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ കിട്ടും. 1ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ 12 ആണ്. നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അസംഷൻ പ്രകാരം 100 ആണ്. 112 ആണെങ്കിൽ 100 എത്രയാ? 1200 ആണ്. നമ്മുടെ ഓപ്ഷൻ ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. What is the amount of debt that will be discharged in fixed equal installment of ₹800 each? അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ. നമുക്ക് എന്താ, നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ആണ് എന്ത് തന്നേക്കണ? 800 എന്താ, നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോയിൽ 100നോട് കറസ്പോണ്ടിങ് ആയ വാല്യൂ ആണ് എന്ത്? 800. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ 8. നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഡെപ്റ്റ് എത്രയാണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 6 ഇയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ചെയ്യാം. ആദ്യം തന്നെ 6 ഇയർ ആയതുകൊണ്ട് തന്നെ എന്താ, 6 × 100 എത്രയാണ്? 600 പ്ലസ് 5% ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 5 കിട്ടും. ഇനി
6 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 1 6. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഉപയോഗിക്കാം. 6 ഇൻറ്റു 7 6 n-1 വരിക, 6 അല്ല n-1 5 പ്ലസ് ആണ്, 5 പ്ലസ് ആണ് n-1 വരെയാണ് നമ്മൾ എടുക്കണേ, n-1 വരെ n അല്ല. അപ്പോൾ 5 പ്ലസ് എത്രയാ, അപ്പോൾ 5 ഇൻറ്റു 6 എത്ര, n ഇൻറ്റു n+1/2 ആണ് നമ്മൾ ചെയ്യണേ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ. അപ്പോൾ എന്താ 5 ഇൻറ്റു 6 30, 30/2 15. അപ്പോൾ ഇവിടെ എത്ര വന്നു, 15 ഇൻറ്റു 5 75. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെപ്റ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 675 എന്ന് നമ്മുടെ ഡെപ്റ്റിൻ്റെ വാല്യൂ കിട്ടി. ഈ 675 കറസ്പോണ്ടിങ് ആയത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മേലെ നിന്ന് എന്ത് കിട്ടിയിട്ട് 1ൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി, 8 ആണ് കിട്ടി. അപ്പോൾ 675 കറസ്പോണ്ടിങ് ആയ വാല്യൂ എന്ന് പറയുമ്പോൾ 675 ഇൻറ്റു 8 ആണ് ചെയ്യാൻ പറ്റുക. നമുക്കിവിടെ എന്താ 6 7 എന്താ 13, 5 എന്താ 18. അപ്പോൾ ഇത് ഈ 675 എന്ന് പറയുന്നത് എന്തായാലും ഒരു 80 ആണ് നമുക്ക് എന്ത് വരുന്നത്, ആഡ് ചെയ്യുമ്പോൾ വരുന്നത്. അതിനർത്ഥം ഇത് എന്താ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്, നമുക്ക് എന്താ ക്ലിയർ ആണ്. അപ്പോൾ ഇതിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഉള്ള ഓപ്ഷൻ ഏതാ, എനി നമ്പർ ഇൻറ്റു 8 ആണ് വരുന്നത്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്തായാലും 9ൻ്റെ മൾട്ടിപ്പിൾ 8000 എന്തായാലും അല്ല. ഇതും എന്താ അല്ല, ഇതും എന്താ 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 9ൻ്റെ മൾട്ടിപ്പിൾ ചുമ്മാ ആഡ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് എന്താ 9 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യുക. നമ്മുടെ ഓപ്ഷൻ ഇതാണ്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് മിനിമം ടൈമിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേവി ബോറോഡ് റുപ്പീസ് 1380 ഫ്രം എ ബാങ്ക്. അപ്പോൾ 1380 ഫ്രം എ ബാങ്കിൽ നിന്ന് എന്താ ദേവി ബോറോ ചെയ്തിട്ടുണ്ട്, വിച്ച് ഹി prepared in 6 years at a rate of 6% സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ 6% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. പേയ്മെന്റ് മെയ്ഡ് 6 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്, ദെൻ ഈച്ച് ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്നാണ് ചോദ്യം. 6 വർഷമായതുകൊണ്ട് എന്താ 600 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ 6 പ്ലസ് നമുക്ക് 6 ഇയർ ആണ്. അപ്പോൾ എത്രയാ n-1 എന്ന് പറയുമ്പോൾ 5, 5 പ്ലസ് 4 പ്ലസ് എക്സിട്ര പ്ലസ് 1. അപ്പോൾ നമുക്ക് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 6, 5 ഇൻറ്റു 6 30, 30/2 15, 15 ഇൻറ്റു എന്താ 6, 15 ഇൻറ്റു 6 ആണ് വരുന്നത്. 15 ഇൻറ്റു 6 690. ഈ 690 കറസ്പോണ്ടിങ് ആയ വാല്യൂ എന്താ, n-ൻ്റെ n+1 വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണേ. 690 കറസ്പോണ്ടിങ് ആയ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്, 1380 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 690 കറസ്പോണ്ടിങ് ആയ വാല്യൂ 1380. അപ്പോൾ ഇവിടെ എന്താ 69 ഇൻറ്റു 2 ആണ് 138. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്രയാ, 1ൻ്റെ വാല്യൂ എത്രയാണ് വരണേ, 2 ആണ് വരണേ. കട്ട് ചെയ്ത് 0 കട്ടാവണം, 0 കട്ടാവണം. 63 ഇൻറ്റു 2 ആണ് 138. 1ൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര കണ്ടുപിടിക്കണ്ടേ, 100. 100ൻ്റെ വാല്യൂ എന്താ 200 ആണ്. ക്ലിയർ ആണല്ലോ. വാട്ട് ആനുവൽ പേയ്മെന്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് റുപ്പീസ് 1936. ഇപ്പോൾ ഡെപ്റ്റിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്, ഡെപ്റ്റ് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്, 1936 തന്നിട്ടുണ്ട്. വിത്ത് ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് വിത്ത് 40% ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം എന്താ, നമുക്ക് 4 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് 4 അല്ലേ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ്. നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ 100 ആയതുകൊണ്ട് 4 ആയതുകൊണ്ട് എന്താ 400. ഇത് ഏത് പ്രോബ്ലത്തിന് ഇതാട്ടാ, 3 ആണെങ്കിൽ 300, 2 ആണെങ്കിൽ 200, 6 ആണെങ്കിൽ 600. പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ 14. ഇനി നമുക്ക് ചെയ്യേണ്ടത് n-1 തൊട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 4 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ്, 4 എണ്ണമാണ്. നമുക്ക് ഇവിടെ വരുന്നത് 3 ഇൻറ്റു 2, 3 പ്ലസ് 2 പ്ലസ് 1 ആണ്. 3 പ്ലസ് 2 പ്ലസ് 1 ആണ്. 3 പ്ലസ് 2 പ്ലസ് 1 ആണ് വരുന്നത്.
അപ്പം എന്താ 3 × 4 12, 12/2 നമ്മൾ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കണേ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ n+1/2. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എന്താ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിവിടെ എന്താ 3 3 1 4. അപ്പോൾ 3 × 4 എത്ര? 12, 12/2 6. അപ്പോൾ നമ്മൾ എന്താ 6 × 14 ചെയ്യണം. അപ്പോൾ എത്രയാ? 84 വരുന്നത്. അപ്പം 484 കറസ്പോണ്ടിങ് ആയ വാല്യൂ എത്രയാ? ഇത് ആഡ് ചെയ്യണതാണല്ലോ നമ്മുടെ ഡെപ്റ്റ്. ഇതാണ് എന്ത്? നമ്മുടെ ഡെപ്റ്റ്. ഈ 484 ഇക്വലന്റ് ആയ വാല്യൂ എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1936 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയതുകൊണ്ട് ഇവിടെ 6 വരണം. അപ്പോൾ 4 × എന്താണ് 6 എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 4 ആണെന്ന് മനസ്സിലാവണം. വേറെ ഒന്നും 4 കൊണ്ട് മൾട്ടിപ്ലൈ 4 × ഒന്നും എന്താ ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് വന്നു? നമ്മുടെ വാല്യൂ എത്രയാണോ അത് തന്നെ വന്നു. ബാക്കി 3 കൂടി ഇട്ടപ്പോൾ എന്തായി? 19. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടർ എത്രയാണെന്ന് കിട്ടി? 4 നമ്മുടെ ഫാക്ടർ കിട്ടി. അപ്പം 1ന്റെ കറസ്പോണ്ടിങ് ആയ വാല്യൂ 4 ആണെങ്കിൽ 100നോട് കറസ്പോണ്ടിങ് ആയ വാല്യൂ എന്താ? 400 ആണ്. നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി 400 ആണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.